മിസ് ആണ്. അവിടെ മക്കളെ അടിപൊളിയായിട്ട് നമ്മൾ 7th CBSE ഒക്കെ എന്താ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഇനി നമ്മൾ ചേരാൻ പോകുന്നത് 8th CBSE-ലോട്ടാണ് നമ്മൾ ഇനി കടക്കാനായിട്ട് പോകുന്നത്. 8th CBSE-ൽ ഒരുപാട് സർപ്രൈസുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളെ തൊട്ട സീനിയേഴ്സിന് കിട്ടിയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ അവരുടെ കയ്യിൽ ആ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ എന്റെ മക്കളുടെ കയ്യിലേക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ സോഫ്റ്റ് കോപ്പി NCERT-ന്ന് ഡൗൺലോഡ് ചെയ്തൊക്കെ വെറുതെ ഒന്ന് മറച്ചൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മാത്സിലെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കില് 7 ചാപ്റ്റേഴ്സ് ആണ് എന്റെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ 7 ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ നോക്കി. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് A Square and a Cube. Second one, power play, a story of numbers, quadrilaterals, number play, we distribute, yet things multiply, proportional reasoning part 1. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 7 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊന്നും തന്നെ മനസ്സിലാവില്ല അല്ലേ. പവർ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പവർ പ്ലേ അല്ലേ, അങ്ങനെയൊന്നും അല്ല. ഇതിലൊക്കെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള മാത്തമാറ്റിക് കോൺസെപ്റ്റുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് A Square and a Cube. ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കുന്നില്ലെങ്കിലും എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ബേസിക് ആയ കാര്യം മിസ് ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ലേ? എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എന്താ നമ്മൾ ചെയ്യുക? 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, ആസ് യൂഷ്വൽ. അപ്പൊ ഒരു നമ്പർ നമ്മൾ 2 എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന നമ്പർ എടുക്കുവാന്ന് വിചാരിക്കും. 3 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ 3 കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 3 എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 3 × 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 × 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അതായത് 9 ആണ് അതിന്റെ ഉത്തരം. അതായത് ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്പറിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. 3 × 3 = 9. 9 is a square number. Another example, 5 എടുക്കാം. 5 × 5 is equal to 5 square ആണ്, that is 25. Another number we can take 6. 6 × 6 is equal to 6 square, that is 36. So ഇവിടെ 9, 25, 36 ഈ നമ്പേഴ്സിനെ എല്ലാം തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വയർ നമ്പേഴ്സ്. അപ്പൊ ഇവിടെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾക്ക് ചാർട്ടായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം 1ന്റെ സ്ക്വയർ മുതൽ 30യുടെ സ്ക്വയർ വരെ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി വെക്കേഷൻ അല്ലേ, നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്, എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണം അല്ലെങ്കിൽ നമുക്കൊക്കെ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ വല്ലാത്തൊരു ത്വര വരാറുണ്ട് ഇടയ്ക്ക് അല്ലേ. എക്സാമിന്റെ സമയത്ത് ഒരു സാധനം പഠിക്കാൻ തോന്നില്ല. സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നല്ല കുട്ടി ആയി കളയാം. എന്താ സ്കൂൾ തുറക്കാത്ത, എനിക്ക് പഠിക്കാൻ മുട്ടുന്നു എന്ന് തോന്നുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് 1 മുതൽ 20 വരെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്വയർ നമ്പേഴ്സ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. നിർബന്ധമൊന്നുമില്ല, വെക്കേഷൻ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതല്ലേ. ഓക്കെ, അപ്പൊ ഈ സ്ക്വയർ നമ്പേഴ്സിനെ കുറിച്ചാണ് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിലെ ആദ്യ ഒരു പോർഷനിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി, സ്ക്വയർ നമ്പേഴ്സ് 1ന്റെ സ്ക്വയർ 1ൽ അവസാനിക്കുന്നു, 2ന്റെ സ്ക്വയർ 4ൽ അവസാനിക്കുന്നു, 3ന്റെ സ്ക്വയർ 9ൽ അവസാനിക്കുന്നു. അങ്ങനെയുള്ള ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നിങ്ങൾ നോക്കുക. 1, 4, 9, 6, 5, 6, 9, 4, 1, 0. അതേപോലെ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റുകൾ മാത്രം നിങ്ങൾ നോക്കിയേ. 1, 4, 9, 6, 5, 6, 9, 4, 1, 0. അതായത് ആ ലാസ്റ്റ് ഡിജിറ്റുകൾ മാറുന്നില്ല. 1 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നുണ്ട്, 2 വരുന്നില്ല, 2 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നില്ല, 3 വരുന്നില്ല, 4 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 7 വരുന്നില്ല, 8 വരുന്നില്ല, 9 വരുന്നുണ്ട്, 0യും വരുന്നുണ്ട്. അതായത് 1ൽ നമ്പേഴ്സ് അവസാനിക്കും, 2ൽ അവസാനിക്കുന്നില്ല, 3ൽ അവസാനിക്കുന്നില്ല, 4ൽ അവസാനിക്കും, 5ൽ അവസാനിക്കും, 6ൽ അവസാനിക്കും, 7 ഇല്ല, 8 ഇല്ല, 9ൽ അവസാനിക്കും. അതായത് ഏതൊരു സ്ക്വയർ നമ്പറും എൻഡ് ചെയ്യുന്നത് ഈ നമ്പേഴ്സിലായിരിക്കും. ഒരിക്കലും ഒരു സ്ക്വയർ നമ്പർ 2, 3, 7, 8 എന്ന് പറയുന്ന ഈ നമ്പറുകളിൽ അവസാനിക്കുന്നില്ല. ഏത് 2 നമ്പേഴ്സ് നിങ്ങൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പേഴ്സ് ഒരിക്കലും അവസാനിക്കുക ഈ നമ്പേഴ്സിലായിരിക്കില്ല. 2, 3, 7, 8 എന്ന് പറയുന്ന ഈ നമ്പറുകളിൽ ഒരു സ്ക്വയർ നമ്പർ പോലും എൻഡ് ചെയ്യുന്നില്ല.
ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ ഇത് മാത്രമൊന്നുമല്ല, ഇതേപോലത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ അടിപൊളിയായിട്ട് പഠിക്കാനുള്ളത് ക്യൂബ് നമ്പേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ സ്ക്വയർ നമ്പേഴ്സ് അറിയുന്ന ഒരു കുട്ടിക്ക് ക്യൂബ് നമ്പേഴ്സും ഈസി ആയിട്ട് പഠിക്കാം. ഒരു നമ്പറിനെ 3 തവണ 3 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ 3 ക്യൂബ് എന്ന് പറയുന്ന ആൾ ഉണ്ടാവുന്നത്. 3 × 3 × 3 is equal to 3 ക്യൂബ്. 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. ഓക്കെ, അതേപോലെ നമ്മളിപ്പോൾ ചെയ്യുവാണ് 4 × 4 × 4 എന്ന് പറയുന്നത് 4 ക്യൂബ് ആണ്. 4 ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബ് നമ്പേഴ്സും പഠിച്ചു വെക്കാം. അപ്പൊ 1 മുതൽ 30 വരെയുള്ള ക്യൂബ് നമ്പേഴ്സ് മിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അയ്യോ മിസ്സേ 20 വരെ പഠിക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 10 വരെയുള്ള ക്യൂബ് നമ്പേഴ്സ് ഇപ്പൊ തൽക്കാലം ഒരു വെക്കേഷൻ ആക്ടിവിറ്റി എന്നോണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നേരത്തെ ഞാൻ 2, 3, 7, 8 എന്ന് പറയുന്ന നമ്പറിൽ സ്ക്വയർ നമ്പേഴ്സ് അവസാനിക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ക്യൂബ് നമ്പേഴ്സിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഈ ക്യൂബ് നമ്പേഴ്സിന്റെ പ്രത്യേകതകളെ കുറിച്ച് അറിയാനും ഈ ഒരു ചാപ്റ്റർ ഇതിലും അടിപൊളിയായിട്ട്, ഇതിപ്പോ നമ്മൾ കുറച്ച് സമയം കൊണ്ട് ഒരു ക്വിക്കായിട്ട് ഈ ചാപ്റ്റർ ഒന്ന് പറഞ്ഞു പോയി. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതല്ല, ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതാണ്. ഇതൊരു ക്വിക്കായിട്ട് നമ്മൾ ആ ചാപ്റ്ററിലൂടെ ഒന്ന് ഓടിപ്പോയതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കേണ്ടതുമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ യോധാ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇതാണ് ഫുൾ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. കൂടെ താഴത്ത് ഓടിപ്പോകുന്ന ആ നമ്പറില്ലേ, ആ നമ്പർ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ആരും തന്നെ ലേറ്റ് ആക്കണ്ട. പിന്നെ 20th മുന്നേ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്മാർട്ട് വാച്ച് ഗീവ് അവയിലൂടെ കിട്ടാനുള്ള ചാൻസ് കൂടി ഉണ്ട്. നമ്മൾ എന്തിനാ വെറുതെ കളയുന്നല്ലേ. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാം. സൂപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആപ്പിൽ വെച്ച് കാണാം. ബേസിക്സിൽ നിന്നാണ് നമ്മുടെ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബേസിക്സിന്റെ ക്ലാസ്സുകൾ തന്നുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 8 CBSEയിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ ബേസിക് കാര്യങ്ങൾ മൊത്തം നമ്മൾ എന്ത് ചെയ്യും, തറോ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതും വലിയ ലേറ്റ് ഒന്നും ആവില്ല, ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ബേസിക്സ് അറിഞ്ഞുകൊണ്ട് സൂപ്പറായിട്ട് പഠിച്ചു തുടങ്ങാം. വേഗം തന്നെ ജോയിൻ ചെയ്യാം, നമുക്ക് സെറ്റാക്കാം.